അധ്യായം 27. ജോസഫിന്റെ മകൻ മനാസെ, അവന്റെ മകൻ മാഖീർ. മാഖീർ ഗിലെയാദിന്റെയും ഗിലെയാദ് ഹേഫറിന്റെയും പിതാക്കന്മാർ. ഹേഫറിന്റെ മകൻ സെലോഫഹാദ്. അവന്റെ പുത്രിമാരായ മഹല, നോവ, ഹൊഗ്ല, മിൽക്ക, തിർസ എന്നിവർ മുന്നോട്ട് വന്നു. അവർ സമാഗമ കൂടാര വാതിൽക്കൽ മോശയുടെയും പുരോഹിതൻ എലയാസറിന്റെയും ജനപ്രമാണികളുടെയും സമൂഹം മുഴുവന്റെയും മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞു: ഞങ്ങളുടെ പിതാവ് മരുഭൂമിയിൽ വെച്ച് മരിച്ചു. അവൻ കോറഹിനോടൊത്ത് കർത്താവിനെതിരായി ഒന്നിച്ചവരുടെ കൂട്ടത്തിൽ ഇല്ലായിരുന്നു. സ്വന്തം പാപം നിമിത്തമാണ് അവൻ മരിച്ചത്. അവന് പുത്രന്മാരില്ലായിരുന്നു. പുത്രനില്ലാത്തതിനാൽ ഞങ്ങളുടെ പിതാവിൻ്റെ നാമം ഇസ്രായേലിൽ നിർമൂലമായി പോകുന്നതെന്തിന്? അവൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ ഞങ്ങൾക്കും അവകാശം നൽകുക. മോശ അവരുടെ കാര്യം കർത്താവിന്റെ സന്നിധിയിൽ ഉണർത്തിച്ചു. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു: സെലോഫഹാദിന്റെ പുത്രിമാർ പറയുന്നത് ശരിയാണ്. അവരുടെ പിതൃസഹോദരന്മാരുടെ ഇടയിൽ ഒരു ഓഹരി അവർക്കും നൽകണം. അങ്ങനെ അവരുടെ പിതാവിന്റെ അവകാശം അവർക്ക് ലഭിക്കട്ടെ. നീ ഇസ്രായേല്യരോട് ഇപ്രകാരം പറയണം: ആരെങ്കിലും പുത്രനില്ലാതെ മരിച്ചാൽ അവകാശം പുത്രിക്ക് കൊടുക്കണം. പുത്രിയുമില്ലെങ്കിൽ അവകാശം സഹോദരന്മാർക്ക് കൊടുക്കണം. സഹോദരന്മാരുമില്ലെങ്കിൽ പിതൃസഹോദരന്മാർക്ക് കൊടുക്കണം. പിതൃസഹോദരന്മാരുമില്ലെങ്കിൽ നിങ്ങൾ അവന്റെ അവകാശം അവന്റെ കുടുംബത്തിൽ ഏറ്റവും അടുത്ത ബന്ധുവിന് കൊടുക്കണം. കർത്താവ് മോശയ്ക്ക് നൽകിയ ഈ കൽപ്പന ഇസ്രായേൽ ജനത്തിന് നിയമവും ചട്ടവുമായിരിക്കും. അനന്തരം കർത്താവ് മോശയോട് അരുളിച്ചെയ്തു: അബിറാം മലയിൽ കയറി ഞാൻ ഇസ്രായേൽ ജനത്തിന് കൊടുത്തിരിക്കുന്ന ദേശം കാണുക. അത് കണ്ടുകഴിയുമ്പോൾ നീയും നിന്റെ സഹോദരൻ അഹ്റോനെ പോലെ പിതാക്കന്മാരോട് ചേരും. സിൻ മരുഭൂമിയിൽ കാദശിലെ മെരീബ ജലാശയത്തിനടുത്ത് വെച്ച് ജനം കലഹമുണ്ടാക്കിയപ്പോൾ അവരുടെ മുമ്പിൽ എന്റെ പരിശുദ്ധിക്ക് സാക്ഷ്യം നൽകാതെ നീ എന്റെ കൽപ്പന ലംഘിച്ചു. മോശ കർത്താവിനോട് അപേക്ഷിച്ചു: അവിടുത്തെ ജനം ഇടയനില്ലാത്ത ആടുകളെ പോലെ ആയിപ്പോകാതെ എല്ലാ കാര്യങ്ങളിലും അവരെ നയിക്കാൻ സകല ജീവന്റെയും ദൈവമായ കർത്താവ് ഒരാളെ സമൂഹത്തിന്റെ മേൽ നിയമിക്കാൻ തിരുവുള്ളമാകട്ടെ. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു: നൂനിന്റെ മകനും ആത്മാവ് കുടികൊള്ളുന്നവനുമായ ജോഷുവയെ വിളിച്ച് അവന്റെ മേൽ നിന്റെ കൈവയ്ക്കുക. പുരോഹിതനായ എലയാസറിന്റെയും സമൂഹത്തിന്റെയും മുമ്പിൽ നിർത്തി അവർ കാണുകെ നീ അവനെ നിയോഗിക്കുക. ഇസ്രായേൽ ജനം അവനെ അനുസരിക്കേണ്ടതിന് നിന്റെ അധികാരം അവന് നൽകുക. അവൻ പുരോഹിതനായ എലയാസറിന്റെ മുൻപിൽ നിൽക്കണം. എലയാസർ അവനു വേണ്ടി ഉറീം വഴി കർത്താവിന്റെ തീരുമാനം അന്വേഷിച്ചറിയണം. ഇസ്രായേൽ ജനം എല്ലാ കാര്യങ്ങളിലും ജോഷുവയുടെ നേതൃത്വത്തിന് വഴങ്ങണം. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ പ്രവർത്തിച്ചു. അവൻ ജോഷുവയെ വിളിച്ച് പുരോഹിതനായ എലയാസറിന്റെയും സമൂഹത്തിന്റെയും മുമ്പാകെ നിർത്തി. അവന്റെ മേൽ കൈവച്ച് കർത്താവ് കൽപ്പിച്ചതുപോലെ അവനെ നിയോഗിക്കുകയും ചെയ്തു.